So next is standard penetration test. നിങ്ങൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചപ്പം n വാല്യൂ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ n വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ഒരു ബോർ ഹോളിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് മെയിൻലി കോഫിഷ്യൻലെസ് സോയിലിലും കോൺസീവ് സോയിലിലും നമ്മൾ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. നമുക്ക് ആ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ഇൻഡയറക്ട്ലി സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ കോഫിഷ്യൻലെസ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയും, ഒരു കൊഹസീവ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസും, കോഹസീവ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്തും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡയറക്ട് മെത്തേഡാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചാൽ ഡിസൈൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. അതാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് ഒരു ബോർ ഹോളിലാണ്. നമ്മൾ ബോർ ഹോളിൽ ഡ്രിൽ ചെയ്യുന്ന മെത്തേഡ്സ് പഠിച്ചു. ഓഗർ ബോറിംഗ് അല്ലെങ്കിൽ വാഷ് ബോറിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ബോർ ഹോളിൽ ഡ്രിൽ ചെയ്യുമെന്ന് പഠിച്ചു. അപ്പം സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ബോർ ഹോളിൽ കണ്ടക്ട് ചെയ്യും. ആ ബോർ ഹോളിന്റെ ഡയമെൻഷൻസ് ആണ് 55 to 150 mm ഡയമീറ്റർ. അത്രയും ഡയമീറ്റർ ഉള്ള ബോർ ഹോളിലാണ് നോർമലി സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ വാഷ് ബോറിംഗിൽ ഡ്രിൽ റോഡിന്റെ എൻഡിൽ ഒരു ചോപ്പിംഗ് ബിറ്റ് പ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എൻഡ് പോർഷനിൽ ഒരു സാമ്പിളർ പ്ലേസ് ചെയ്യും. അതായത് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ എന്ന് പറഞ്ഞൊരു സാമ്പിളർ പ്ലേസ് ചെയ്യും. അപ്പൊ ഇനിഷ്യലി എന്തായിരിക്കും, ബോർഹോൾ എങ്ങനെയാണ് ഡ്രിൽ ചെയ്യുന്ന, ഗ്രൗണ്ട് സർഫേസ് ക്ലിയർ ചെയ്തതിനു ശേഷം ഒരു കേസിംഗ് ഇൻസേർട്ട് ചെയ്യും. ആ കേസിംഗിനകത്തൂടെ ആയിരിക്കും ചോപ്പിംഗ് ബിറ്റിന്റെ ആക്ഷൻ വഴി നമ്മൾ ബോർഹോൾ ഡ്രിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡെപ്ത് വരെ ബോർഹോൾ ഡ്രിൽ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഈ ഡ്രിൽ റോഡിനെ പുറത്തെടുത്തിട്ട് ആ ഡ്രിൽ റോഡിന്റെ എൻഡിൽ, അപ്പൊ ഇനിഷ്യലി അവിടെ ഒരു ചോപ്പിംഗ് ബിറ്റ് ആയിരിക്കും ഇരിക്കുന്നത്. ആ ചോപ്പിംഗ് ബിറ്റിനെ മാറ്റിയതിനു ശേഷം അവിടെ എന്ത് ചെയ്യും, ഈ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനുശേഷമാണ് ഈ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എ കേസിംഗ് ഓർ ഡ്രില്ലിംഗ് മഡ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ സൈഡ്സ് ഓഫ് ദ ബോർഹോൾ. ബോർഹോളിന്റെ സൈഡ്സ് ഇൻസൈഡ് ആയിട്ട് കേവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോപ്പിംഗ് ബിറ്റോ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മഡോ യൂസ് ചെയ്യുന്നത്. And when the borehole has been drilled to the desired depth, the drilling tools are removed and the sampler is lowered into the bottom of the borehole. പിന്നെ ഒരു പെർട്ടിക്കുലർ ഡെപ്ത് വരെ ബോർഹോൾ അഡ്വാൻസ് ചെയ്തതിനു ശേഷം അതിന്റെ എൻഡിലുള്ള ചോപ്പിംഗ് ബിറ്റിനെ മാറ്റിയതിനു ശേഷം അവിടെ എന്ത് ഇൻസേർട്ട് ചെയ്യും, ഒരു സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സാമ്പിളറിനെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, നമുക്ക് ഗ്രൗണ്ട് സർഫേസിനകത്ത് നിന്നുള്ള സോയിൽസും കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പറും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദ സാമ്പിളർ ഇസ് ഡ്രിവൺ ഇൻ ടു ദ സോയിൽ ബൈ എ ഡ്രോപ്പ് ഹാമർ ഓഫ് 63.5 kilogram mass falling through a height of 750 mm at a rate of 30 blows per minute. അപ്പോൾ ബോർഹോൾ ഒരു പെർട്ടിക്കുലർ ഡെപ്ത് വരെ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ നിന്നുള്ള സാമ്പിൾസ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദ സാമ്പിളർ ഇസ് ഡ്രിവൺ ഇൻ ടു ദ സോയിൽ ബൈ എ ഡ്രോപ്പ് ഹാമർ. ഒരു 63.5 kilogram വെയിറ്റ് ഉള്ള ഒരു ഡ്രോപ്പ് ഹാമർ യൂസ് ചെയ്തിട്ട് ഈ ഡ്രിൽ റോഡിന് ഗ്രൗണ്ട് സർഫേസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്യുന്ന ഹൈറ്റ് ഓഫ് ഫോള് 750 mm ഹൈറ്റ് ഓഫ് ഫോളിലായിരിക്കും ഈ ഹാമർ ഈ ഡ്രിൽ റോഡിന്റെ മുകളിലോട്ട് വന്ന് ഫോൾ ചെയ്യുന്നത് അറ്റ് എ റേറ്റ് ഓഫ് 30 ബ്ലോസ് പെർ മിനിറ്റ്. എന്നിട്ട് നമ്മൾ എന്താ കൗണ്ട് ചെയ്യുന്നത്, 150 mm ഈ ഡ്രിൽ റോഡ് ഗ്രൗണ്ട് സർഫേസിനകത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോവാൻ എത്ര ബ്ലോസ് വന്നു എന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഡ്രിൽ റോഡിന്റെ എൻഡിൽ മാർക്കിങ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ മാർക്കിംഗ് വെച്ച് സപ്പോസ് ഇവിടെ ഒരു 0 ആണെന്ന് വെച്ചു, ഈ പോർഷനിൽ ഇവിടെ ഈ ഏറ്റവും എൻഡ് പോർഷനിൽ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പോർഷനിൽ ഒരു 150 mm മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഈ ഡ്രോപ്പ് ഹാമർ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡ്രോപ്പ് ഹാമർ ഈ ഡ്രിൽ റോഡിന്റെ പുറത്ത് വന്ന് ഫോൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് താഴോട്ട് പോകും. അപ്പം ഇത് 0, ഇത് 150 ആണെന്ന് കൺസിഡർ ചെയ്താൽ ഗ്രൗണ്ട് സർഫസിന്റെ ലെവലില് 150 വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ബ്ലോസ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം 150 mm അത് ഒരു ബ്ലോ കൊടുക്കും, 2 ബ്ലോ കൊടുക്കും. അപ്പൊ ഇത് കുറച്ചാ താഴോട്ട് പോകും. ഈ 150 mm കറസ്പോണ്ടിങ് ടു ഗ്രൗണ്ട് ലെവൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ബ്ലോസ് വന്നു എന്നുള്ളത് നമ്മൾ മാനുവൽ ആയിട്ട് കൗണ്ട് ചെയ്തെടുക്കാം. അപ്പം 150 mm ഗ്രൗണ്ടിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് പോവാൻ എത്ര ബ്ലോസ് വന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കൗണ്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, the number of blows required to drive 150 mm of the sampler is counted. Then the sampler is further driven by 150 mm and the number of blows is again counted. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത് വേറെ എവിടെയെങ്കിലും ഒരു പോയിന്റിലായിരിക്കും വീണ്ടും ഈ 150 mm മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഓൾറെഡി ഇതിപ്പോ ഗ്രൗണ്ട് സർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, തിരിച്ച് അടുത്ത 150 mm ഇവിടെ മാർക്കിംഗ് ഉണ്ടാവും. അടുത്ത 150 mm ഗ്രൗണ്ടിനകത്തോട്ട് പോവാൻ എത്ര ബ്ലോസ് വന്നു എന്നുള്ളത് മാനുവലായിട്ട് കൗണ്ട് ചെയ്യും. സോ the sampler is further driven by 150 mm and the number of blows is counted. Likewise, the sampler once again driven by 150 mm and the number of blows is recorded. അപ്പം 3 പ്രാവശ്യം 150 mm അതിനകത്തോട്ട് സോയിലിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര ബ്ലോസ് വന്നു എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും,
The number of blows recorded for the first 150 mm is ignored. അതിനൊരു സീറ്റിംഗ് ഡ്രൈവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആദ്യത്തെ 150 mm പെനിട്രേറ്റ് ചെയ്ത് പോകാൻ എടുത്ത വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. The number of blows recorded for the last two 150 mm intervals give the standard penetration number. അപ്പൊ ആദ്യത്തത് ഡിസ്കാർഡ് ചെയ്തിട്ട് അടുത്ത രണ്ട് 150 mm പെനിട്രേറ്റ് ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്രയായി? ആദ്യത്തെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു, 3 പ്രാവശ്യം 150 mm പെനിട്രേഷൻ നമ്മൾ കൗണ്ട് ചെയ്തു. ആദ്യത്തെ 150 ഡിസ്കാർഡ് ചെയ്തു, രണ്ടാമത്തെ 2 പ്രാവശ്യമുള്ള 150 mm ആണ് നമ്മൾ എടുക്കുന്നത്. സോ അപ്പൊ ടോട്ടൽ 300 mm. അപ്പൊ 300 mm പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബ്ലോസ് എടുത്തു എന്നുള്ളതാണ് കൗണ്ട് ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോ ദ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബ്ലോസ് റിക്വയർഡ് ഫോർ 300 mm പെനിട്രേഷൻ beyond a seating drive of 150 mm. അപ്പൊ ടോട്ടൽ 300 mm സോയിലിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര ബ്ലോസ് ആണ് വേണ്ടി വന്നത് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. So if the number of blows for 150 mm penetration exceed 50, the test is discontinued. അപ്പൊ ബ്ലോസ് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു 150 mm പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോസ് 50ൽ കൂടുതലായി കഴിഞ്ഞാൽ അത് എക്സീഡ് ചെയ്യും. ചില കേസസിൽ എന്ത് ചെയ്യും? 50 കൂടുതലാണെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? സോയിൽ ഭയങ്കര ഹാർഡ് ആണ്, അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് പോകത്തില്ല എന്നാണ് അതിന്റെ മീനിങ്. Sometimes the sampler may sink under its own weight when the soil is soft stratum is encountered. Under such conditions, SPT വാല്യൂ എന്തായിരിക്കും? 0 ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വെറുതെ ആ ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് ഡ്രിൽ റോഡ് വെച്ചിട്ട് ഗ്രൗണ്ട് സർഫസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ സാമ്പിളർ അതിനകത്തോട്ട് ഇൻസേർട്ട് ആയി പോകും. നമ്മൾ ബ്ലോസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ആ 150 എല്ലാം കഴിഞ്ഞങ്ങ് പോകും. അങ്ങനത്തെ കേസസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ SPT വാല്യൂ 0 ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ ഈ കിട്ടിയ SPT വാല്യൂ എന്ന് വെച്ചാൽ N വാല്യൂ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് വാല്യൂ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും ആ കിട്ടുന്ന SPT വാല്യൂക്ക് 2 കറക്ഷൻസ് കൊടുക്കും. അതാണ് കറക്ഷൻസ് ഫോർ ഓവർ ബർഡൻ പ്രഷർ ആൻഡ് കറക്ഷൻ ഫോർ ഡയലറ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ കറക്ഷൻ ഫോർ ഓവർ ബർഡൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസിൽ ഗ്രൗണ്ട് സർഫസിലുള്ള സോയിലിന്റെ പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡ്രൈവ് ചെയ്താലും അത് കറക്റ്റ് ആയിട്ട് ഡ്രൈവിംഗ് നടക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? മുകളിലെ ഗ്രൗണ്ട് സർഫസിന് മുകളിലുള്ള പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് കാരണം സോയിൽ ഹൈ ആയിട്ട് കോമ്പാക്ട് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ N വാല്യൂ നമുക്ക് ആക്ച്വലി കിട്ടുന്ന N വാല്യൂ ആയിരിക്കത്തില്ല ശരിക്കും അവിടെ വരേണ്ട N വാല്യൂ. സോ അങ്ങനത്തെ കേസസിൽ ഇപ്പോൾ ഓവർബർഡൻ പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ the N value obtained from the field test at different overburden pressure are corrected to a standard effective overburden pressure. അപ്പോൾ പലയിടത്തും പല പ്രഷർ ആയിരിക്കും. ഒരു കറക്റ്റ് വാല്യൂ കിട്ടാത്ത കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യും? ഓവർബർഡൻ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? കറക്ഷൻ ഫോർ ഓവർബർഡൻ കറക്ഷൻ കൊടുക്കും. സോ അത് കൊടുക്കേണ്ട ഇക്വേഷൻ ആണ് NC is equal to CN into NR. NC എന്ന് വെച്ചാൽ കറക്റ്റഡ് SPT വാല്യൂ, CN എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന കറക്ഷൻ, NR എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെക്കോർഡഡ് വാല്യൂ. അപ്പൊ SPT ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂവിനെയാണ് റെക്കോർഡഡ് വാല്യൂ എന്ന് പറയുന്നത്. CN എന്നുള്ള ഒരു കറക്ഷൻ കൊടുക്കും, NC എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന കറക്റ്റഡ് വാല്യൂ. അപ്പം പല സയന്റിസ്റ്റും പല ഇക്വേഷൻസ് ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. സോ NC is equal to NR into 350/70 plus sigma 0 dash. ഇവിടെ സിഗ്മ 0 എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് ഓവർബർഡൻ പ്രഷർ ആണ് സിഗ്മ 0 ഫോർ ആൻ ഓവർബർഡൻ പ്രഷർ ഓഫ് ലെസ് ദാൻ 280 kN/m². ഓവർബർഡൻ പ്രഷർ 280 kN/m²നെക്കാളും കുറവാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ നോർമലി ഈ കറക്ഷൻസ് കൊടുക്കുന്നത്. അപ്പം സെക്കൻഡ് കറക്ഷൻ ഈസ് ഡയലറ്റൻസി കറക്ഷൻ. ഡയലറ്റൻസി കറക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ സപ്പോസ് ഗ്രൗണ്ട് സർഫസിനകത്തോട്ട് സിൽറ്റി സാൻഡ് അല്ലെങ്കിൽ സിൽറ്റി ഫൈൻ സാൻഡ് ഓർ ഫൈൻ സാൻഡ് below water table develop poor water pressure which cannot be easily dissipated. അപ്പം നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എവിടെയാണ് ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുന്നത് വാട്ടർ ടേബിളിന്റെ ഇൻഫ്ലുവൻസ് വരുന്ന സമയത്താണ് നമ്മൾ ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുന്നത്. അത് ഏതൊക്കെ കണ്ടീഷൻസിലാണ്? സിൽറ്റി ഫൈൻ സാൻഡ് അല്ലെങ്കിൽ ഫൈൻ സാൻഡ് ബിലോ വാട്ടർ ടേബിൾ. അപ്പൊ വാട്ടർ ടേബിൾ ഒരു പെർട്ടിക്കുലർ ലെവലുണ്ട്, ആ വാട്ടർ ടേബിളിന്റെ ലെവലിനെക്കാളും താഴെ സിൽറ്റി ഫൈൻ സാൻഡോ ഫൈൻ സാൻഡോ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ N വാല്യൂ കറക്റ്റ് അല്ല എന്ന് പറയാൻ കാരണം? പോർ വാട്ടർ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അവിടെ ഒരു പ്രഷർ ഉണ്ട്, ഈ പോർ വാട്ടർ കാരണം ഒരു പ്രഷർ ഉണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ നിന്നൊരു നല്ല കോമ്പാക്ട് ആയിട്ട് വാട്ടറിന്റെ പ്രഷർ കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു റോഡോ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കത്തില്ല അവിടെ കിട്ടുന്നത്. അപ്പൊ സപ്പോസ് ഒരു SPT ടെസ്റ്റ് ചെയ്യുന്നു, SPT ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ N വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാമ്പിളറിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം താഴെയുള്ള സോയില് ഹൈ ആയിട്ട് കോമ്പാക്ട് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
നമ്മൾ ഒരുപാട് ബ്ലോസ് കൊടുത്താൽ മാത്രമേ ആ സാമ്പിളർ ഗ്രൗണ്ട് സർഫസിനകത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോകത്തുള്ളൂ. സോ അപ്പൊ അങ്ങനത്തെ കേസസിൽ അവിടെ വാട്ടറിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് അവിടെ SPT വാല്യൂവിന് ചേഞ്ചസ് ഉണ്ടാകുന്നത്. സോ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ടറിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല എന്ന കണ്ടീഷനിലുള്ള SPT വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ഒരു കറക്ഷൻ കൊടുക്കണം. കാരണം കിട്ടുന്ന വാല്യൂ ആക്ച്വൽ വാല്യൂ ആയിരിക്കത്തില്ല. സോ ആ കേസിലാണ് നമ്മളൊരു കറക്ഷൻ കൊടുക്കുന്നത്. സോ സിൽറ്റി ഫൈൻ സാൻഡ് ആൻഡ് ഫൈൻ സാൻഡ് below water table develop poor water pressure which is not easily dissipated. The poor water pressure കാരണം എന്ത് സംഭവിക്കുന്നത്, poor water pressure increases the resistance of the soil and hence the penetration number. അപ്പൊ ആ poor water pressure കാരണം സോയിലിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഡ്രൈവിംഗ് ഒരുപാട് ഫോഴ്സ് എടുത്ത് ഡ്രൈവ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരുപാട് ബ്ലോസ് കൊടുത്താൽ മാത്രമേ സോയിലിനകത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോകത്തുള്ളൂ. സോ അതിനനുസരിച്ചിട്ട് പെനിട്രേഷൻ നമ്പറും ഇൻക്രീസ് ചെയ്യും. സോ the value of NC obtained after applying overburden correction is corrected for dilatancy. അപ്പൊ എപ്പോഴും ഫസ്റ്റ് overburden correction കൊടുക്കുക, then next one dilatancy correction കൊടുക്കുക. So the stratum consists of fine sand and silt below water table. അപ്പൊ വാട്ടർ ടേബിളിന് താഴെ ഫൈൻ സാൻഡോ സിൽറ്റോ ഉള്ള കേസസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡയലറ്റൻസി കറക്ഷൻ. സോ ഫോർ ബാഡ് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ വാല്യൂ ഗ്രേറ്റർ ദാൻ 50. സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് N വാല്യൂ 15-നെക്കാളും കൂടുതലായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഈ ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കേണ്ടത്. ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുന്നത് ഓവർബർഡൻ കറക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ ആണ് NC is equal to 15 plus half into NR minus 15. NC എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറക്റ്റഡ് വാല്യൂ, NR എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് വാല്യൂ. ഈ ഇക്വേഷനിലുള്ള ഈ നൊട്ടേഷൻസ്, ഈ രണ്ട് താഴെ എഴുതിയേക്കുന്ന ഇക്വേഷൻ, ഈ ഇക്വേഷനും സെയിം തന്നെയാണ്, അല്ല നൊട്ടേഷൻസ് മാത്രമാണ് വ്യത്യാസം. അപ്പം ഇത് വേറെ ഓവർബർഡൻ കറക്ഷൻ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ നൊട്ടേഷൻസ് യൂസ് ചെയ്യുക. NC കറക്റ്റഡ് വാല്യൂ is equal to 15 plus half into NR റെക്കോർഡഡ് വാല്യൂ മൈനസ് 15. അപ്പൊ സപ്പോസ് നമുക്ക് പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ഓവർബർഡൻ കറക്ഷൻ കൊടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, NC ഡാഷ് എന്ന് വെച്ചാല് ഓവർബർഡൻ കറക്ഷൻ കൊടുത്തു കഴിഞ്ഞ വാല്യൂവിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുന്നത്. അപ്പം അവിടെ ഓൾറെഡി കറക്റ്റഡ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആ NC എന്ന് റെപ്രസെന്റ് ചെയ്തത്. പുതിയ കറക്റ്റഡ് വാല്യൂവിനെയാണ് NC ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്തത്. കൺഫ്യൂഷൻ വരണ്ട, ഇക്വേഷൻ രണ്ടും സെയിം തന്നെയാണ്. ആ നൊട്ടേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഡയലറ്റൻസി കറക്ഷൻ നമുക്ക് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ NC is equal to 15 plus half into NR minus 15 എന്ന് എടുക്കുക ഫോർ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 50. ഓവർബർഡൻ കറക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് വാല്യൂ 15-നെക്കാളും കൂടുതലായിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ഇവിടെ അവിടെ ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുക. സോറി, ഓവർബർഡൻ കറക്ഷൻ കൊടുത്ത വാല്യൂവിന് 15-നെക്കാളും കൂടുതൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയലറ്റൻസി കറക്ഷൻ കൊടുക്കുക. അവിടെയാണ് NC ഡാഷ്. ഓൾറെഡി ഒരു കറക്ഷൻ കൊടുത്തത് കൊണ്ടാണ് ന്യൂ കറക്റ്റഡ് വാല്യൂ is equal to 15 plus half into NC minus 15 എന്ന് എഴുതിയത്. ഇനി ഈ ഇത് വെച്ചിട്ട് കോറിലേഷൻസ്, നേരത്തെ പറഞ്ഞു കോറിലേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കോറിലേഷൻസ് ആണ്. കിട്ടുന്ന N വാല്യൂവും അതുപോലെ തന്നെ 5 വാല്യൂവും വെച്ചിട്ട് സോയിലിന്റെ കണ്ടീഷൻസ് നമുക്ക് അറിയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്ന N വാല്യൂ വെച്ചിട്ട് നമുക്ക് ഓരോന്നിന്റെ കോറിലേഷൻ, അപ്പം ഏതെങ്കിലും ഒരു വാല്യൂ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോയിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ N വാല്യൂ 0 to 1 ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോയിലിന്റെ 5 വെരി ലൂസ് ആയിട്ടുള്ളൊരു 5 വാല്യൂ അല്ലെങ്കിൽ ഡെൻസിറ്റി ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും കൺസിസ്റ്റൻസി, സോയിലിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ഏത് വെച്ചിട്ട് പറയാൻ പറ്റും, N വാല്യൂ വെച്ചിട്ട് സോയിലിന്റെ കൺസിസ്റ്റൻസിയും പറയാൻ പറ്റും. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളതാണ്, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി വാല്യൂ. പക്ഷെ നമുക്ക് N വാല്യൂ അറിയാമെങ്കിലും നമുക്ക് N വാല്യൂ വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സോയിലിന്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെയാണ് N വാല്യൂ വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സോയിലിന്റെ ഡെൻസ്നെസ് നമുക്ക് പറയാൻ പറ്റും. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ അതിന്റെ കറക്ഷൻസും കോറിലേഷൻസും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് നോക്കിക്കോണം.